ഇടുക്കി തൊടുപുഴയിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയെന്ന് ആരോപിച്ച് SIയെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. മങ്ങാട്ട് കവലയിലാണ് സംഭവം. ലോകകപ്പ് ഫൈനൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച സ്ഥലത്താണ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് വന്നതെന്നാണ് പരാതി. കരിമണ്ണൂർ SI റോയി സുകുമാരൻ, ഡ്രൈവർ എന്നിവരെയാണ് നാട്ടുകാരും DYFI പ്രവർത്തകരും തടഞ്ഞുവെച്ചത്. തൊടുപുഴ പോലീസ് എത്തി ഇരുവരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുത്തിരുന്നു. വൈദ്യപരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് തൊടുപുഴ SHO പ്രതികരിച്ചു. PS സാഗർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. സാഗർ, പോലീസ് സേനയ്ക്ക് തന്നെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവമാണ്. നമുക്കറിയാം, സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പോലീസുകാർ മദ്യപിച്ച് വാഹനം ഓടിക്കുക. പക്ഷെ ഇവിടെ ജനങ്ങൾ തന്നെ, നാട്ടുകാർ തന്നെ അത് കയ്യോടെ പൊക്കുന്നു. പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തുന്നു. SIയെയും ഡ്രൈവറെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. മദ്യപിച്ചെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും. ഒരു പക്ഷേ ഈ മദ്യക്കുപ്പി മറ്റെന്തെങ്കിലും പറഞ്ഞ ന്യായീകരണം അവർക്ക് വേണമെങ്കിൽ പറയാം, എവിടെ നിന്ന് പിടിച്ചെടുത്താണെന്നോ മറ്റോ പറയാം. പക്ഷേ വൈദ്യപരിശോധന റിപ്പോർട്ട് പുറത്തു വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. ഉടനടി തന്നെ നടപടി ഉണ്ടാകുമോ? വകുപ്പ് തല നടപടി മാത്രമായിരിക്കുമോ, അതോ മറ്റു നിയമ നടപടിയും ഇവർക്കെതിരെ സ്വീകരിക്കണമെന്നൊരാവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടോ? സാഗർ, തീർച്ചയായും ടോം, അത്തരത്തിലൊരു കാര്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് ആധാരമായി ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. നമുക്കറിയാം, ലോകകപ്പ് ഫൈനൽ നടക്കുകയായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വലിയ സ്ക്രീനിൽ ഫുട്ബോൾ മത്സരം കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് ഇന്നലെ എത്തിയിരുന്നത്. ഈ സമയത്ത് അവിടെ ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു. തൊടുപുഴയ്ക്ക് അടുത്ത് തന്നെയുള്ള സ്റ്റേഷനിലെ കരിമണ്ണൂർ സ്റ്റേഷനിലെ SI റോയിയും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ് ഡ്യൂട്ടിക്കായി എത്തിയത്. ഈ ഡ്യൂട്ടിക്കായി എത്തിയ സമയത്താണ് ഇദ്ദേഹം ഇവിടെ കൂടിയിരുന്ന ആരാധകരുമായി അല്ലെങ്കിൽ കളി കാണാൻ എത്തിയവരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. തുടർന്നാണ് ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണത്തിന്റെ പിന്നാലെയായിരുന്നു ഈ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടുകയും വാഹനത്തിനുള്ളിൽ, അതായത് പോലീസും ഡ്രൈവറും എത്തിയ പോലീസ് ഔദ്യോഗിക വാഹനത്തിനുള്ളിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് തൊടുപുഴയിൽ നിന്നുള്ള CAയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി SI വന്ന വാഹനം പരിശോധിച്ചു. ഈ പരിശോധനയിലാണ് മദ്യക്കുപ്പി വാഹനത്തിന്റെ, ഈ പോലീസിന്റെ ഔദ്യോഗിക ഡ്യൂട്ടിക്ക് എത്തിയ വാഹനത്തിന്റെ പുറകിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെടുത്തത്. ഇതുകൂടാതെ വാഹനത്തിൽ നിന്നും ചീട്ടും, അതായത് കളിക്കാൻ ഉപയോഗിക്കുന്ന ചീട്ടും നിരോധിത ലഹരി വസ്തുവായ പുകയില, ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ വീഡിയോ കൃത്യമായി നാട്ടുകാർ തന്നെ പകർത്തി അതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട്. അപ്പോൾ തന്നെ പോലീസുകാർ എത്തി ഇദ്ദേഹത്തെ തൊട്ടടുത്തുള്ള തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ഇവരെ രണ്ടുപേരെയും വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരുന്നു. എന്നാൽ പോലീസുകാർ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് ഈ SI പോയി പറയുന്നത്. അത്തരത്തിലൊരു മദ്യപാനം നടത്തിയിട്ടില്ല, ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വാഹനത്തിനുള്ളിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെടുത്തിട്ടുണ്ട്. വൈദ്യപരിശോധന ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ പോലീസ് പരിശോധനയുടെ ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുന്നതിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പുറത്തായതനുസരിച്ച് അത് വെച്ചാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ റോയി സുകുമാരന്റെയും ഡ്രൈവറുടെയും വൈദ്യപരിശോധന റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തൊടുപുഴ SHO അറിയിച്ചിരിക്കുന്നത്. PS സാഗറാണ് വിവരണം നൽകിയത്. തൊടുപുഴയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ, SIയെയും ഡ്രൈവറെയും മദ്യപിച്ചെന്നാരോപിച്ച് നാട്ടുകാർ തടഞ്ഞു വെച്ചത്. ഈ വാഹനത്തിൽ നിന്ന്, പോലീസ് ജീപ്പിൽ നിന്നും മദ്യക്കുപ്പിയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.